കെ.സി. വേണുഗോപാലിനെ കാലെന്ന് വിളിച്ചാരാ? കെ.സി. വേണുഗോപാൽ ഒരു മിനിറ്റ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച ഒരൊറ്റ കെ.സി. വേണുഗോപാലിനെ കാലൻ എന്ന് വിളിച്ചതിനെ സംബന്ധിച്ചല്ലേ ചർച്ച? ഞങ്ങളുടെ നട്ടലിനെ കുറിച്ച് ചോദിക്കല്ലേ? വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് എന്തും വിളിച്ചു പറയാനുള്ള രണ്ടുപേരും വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇത് ജനങ്ങൾ കാണുന്ന സംവാദമാണ് എന്നുള്ള ഓർമ്മ വേണം. വസീഫ്, ഈ ദേശീയപാതയുടെ ഡിസൈൻ, അലൈൻമെന്റ്, ടെൻഡർ ക്ഷണിക്കൽ, ടെൻഡർ അവാർഡ് ചെയ്യൽ, സൂപ്പർവിഷൻ, സകല കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രമക്കേടുകൾ ആരോപിക്കുമ്പോൾ അതിൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സ്റ്റേക്കുള്ള വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള വിഷയമല്ലല്ലോ. അപ്പോൾ ദേശീയപാത അതോറിറ്റി ഈ ടെൻഡർ വിളിച്ചതിലും കരാർ കൊടുത്തതിലും പിന്നെ കരാർ കിട്ടിയവർ ഉപകരാർ കൊടുത്തതിലും ഒക്കെ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? അഭിലാഷേ, അതിനു മുമ്പേ ഒരു കാര്യം കൂടി പറയണം. ഇവരിപ്പോൾ ഈ വന്യജീവി അക്രമമൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ മന്ത്രിയായിരുന്നു സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ്, അല്ലേ? ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത മന്ത്രിയായിരുന്നു. എത്ര കാലം ഇവിടെ MLA ആയിരുന്നു? 34 വർഷക്കാലം. അന്നൊന്നും ഇവിടെ ആളുകൾ മരിച്ചിട്ടില്ലേ? കൊന്നതൊക്കെ ആര്യാടനാണ് എന്ന് ഞങ്ങൾ പറയണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ നേരത്തെ കൊലപാതകം പറഞ്ഞത് സ്വന്തം ഓഫീസിൽ ചാക്കിൽ കെട്ടിയ രാധയെ കുറിച്ച, സ്വന്തം ഓഫീസിൽ, എന്നിട്ടാ വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അല്ല, ഞാനും പറയും. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ബഹളം വെച്ചിട്ടില്ല. മിണ്ടാതിരുന്നത് നിങ്ങൾ പറയുന്നത് നുണയാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് മിണ്ടാതിരുന്നതാ, ഒരു മര്യാദ കൊണ്ട്. ഇന്നലെയും നിങ്ങൾ ഇതുപോലെ വാദോരാതെ വിളിച്ചു പറഞ്ഞിട്ട് പോയി. ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നില്ല. പിന്നെ ഇവിടെ 2018 മുതൽ 2022 വരെ ഒഡീഷയിൽ 542 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ജാർഖണ്ഡിൽ 474 പേര് മരിച്ചിട്ടുണ്ട്. ആസാമിൽ 364 മരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 246 പേര് മരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധിയായ വിളകൾ നശിപ്പിക്കുന്നുണ്ട് രാജ്യത്തുടനീളം. ഇതിന് കേന്ദ്ര നിയമത്തിൽ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള A. റഹീം പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളാരും അങ്ങനെ ഒരു വാശിയോടുകൂടി കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടലിനോ ആവശ്യപ്പെടുന്ന ഒരു സംവിധാനവും ഇല്ല രാജ്യത്ത്. നിങ്ങൾ അവിടെ പോയിരിക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു, നിങ്ങളുടെ നേതാവുണ്ടല്ലോ K.C. വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ മികവും അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത അന്വേഷണ താല്പര്യവും ഇവിടെ പറയല്ലേ. വെറുതെ നിങ്ങൾ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും അഴിമതി കഥകൾ, അവർക്കാണ് പൈസ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഇറക്കാൻ സുഖ. കഥകൾ കുറെ ഉണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് കഴിഞ്ഞ സോളാർ സമരകാലത്ത് എന്തിനായിരുന്നു ഇവിടുന്ന് ഒളിച്ചോടിയത്, ഇവിടെ മത്സരിക്കാതെ പോയതെന്നൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പറയേണ്ടി വരും. വെറുതെ ഞങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയിപ്പിക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതുണ്ട്. നിങ്ങളുടെ K. മുരളീധരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരാണ് അഴിമതി നടത്തുന്നതെന്നും ആരാണ് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നതെന്നും ആരാണ് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തും വിളിച്ചു പറയാന്ന, നിങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്രിമാരെ കുറിച്ച് എന്തും വിളിച്ചു പറയാന്ന, ഈ രാജ്യത്തുടനീളം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ ഇവിടെ ഇടപെട്ട് ഇവിടുത്തെ വികസനത്തിന് മുടക്കം സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഒരു സെക്കൻഡല്ല, ഞങ്ങൾക്ക് പറയേണ്ടി വരും. അന്വേഷണം വേണ്ടെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണം നടത്തട്ടെ, നടപടി എടുക്കട്ടെ, ഏത് നടപടി എടുക്കട്ടെ, അത് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിലൊക്കെ ഒരു കുരുട്ട് ബുദ്ധി കൊണ്ടുവന്ന് ഇതങ്ങ് മുടക്കിക്കളയാം എന്നുള്ള ആലോചന നടത്തരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഈ നേതാവിന്റെ അവർക്ക് BJP പരാജയപ്പെടുത്തലൊന്നുമല്ല, ഇവിടെ കോൺഗ്രസിൽ നമ്പർ 1 ആണ് എന്ന് തെളിയിക്കണം. അതിന് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങളിലൂടെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനേക്കാളും തരം താഴ്ന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിന്റെ ആ നിലവാരത്തിൽ സംസാരിക്കണം. എന്നിട്ട് തിരിച്ചു പറയാൻ പറ്റില്ല എന്നോ? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോ, ഒരു തർക്കവും, അന്വേഷണം നടത്തണം. പക്ഷെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കണം. അതിന് തടസ്സമാകരുത് ഒരു അന്വേഷണവും. അതെ ഞങ്ങളുടെ നിലപാട്. ഏത് അന്വേഷണം നടന്നാലും ഈ വികസന പദ്ധതികൾ ഒരിക്കലും തടസ്സപ്പെടരുത്. അത് തടസ്സപ്പെടുത്താൻ ഈ പറയുന്ന K.C. വേണുഗോപാലിന് ഗൂഢപദ്ധതി ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇടപെടുന്നത്. നിങ്ങളന്ന് കോഴിക്കോടല്ലേ? അന്ന് നടുറോട്ടിൽ നിസ്കാര സമരം നടത്തിയവരാ, അതിന് നേതൃത്വം കൊടുത്തവരായി ഇവര്. വർഗീയമായിട്ട് പോലും ആളുകളെ സംഘടിപ്പിക്കാൻ സമരം നടത്താൻ ശ്രമിച്ചവരായി ഇവര്. ആരാണ് മുഖ്യമന്ത്രി വിളിച്ചു പറയാ? ഇവിടെ ആരാണ് ഈ SFI-കാരുടെ ഭാഷയിൽ K.C. വേണുഗോപാലിനെ കാലെന്ന് വിളിച്ചാരാ? ഒരു മിനിറ്റ്. K.C. വേണുഗോപാൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച ഒരൊറ്റ പറഞ്ഞത്
KCB കാലനാവാൻ വേണുഗോപാലിനെ ശ്രമിക്കരുതെന്നാ കാലൻ പറഞ്ഞത്. എന്ന് വിളിച്ചതിനെ സംബന്ധിച്ചല്ലേ ഈ ചർച്ച? ദേശീയപാതയുടെ എന്താ കാലനാവാൻ അഭിലാഷ് ഈ ശ്രമിക്കരുതെന്നാ പറയുന്നത്? പറഞ്ഞത്. അത് ഇനിയും പറയൂ. അത് ഇനിയും പറയൂ. ഒന്ന് നോക്കൂ. അത് ഇനിയും പറയൂ. ഞാനിവിടെ വസ്തുതകൾ ഈ കണക്കുകൾ ഉദ്ധരിച്ച് ഞാനിവിടെ അല്ല, കാര്യങ്ങൾ എന്തേ- പറഞ്ഞു ഇല്ലേ? എന്തേ- ഒരൊറ്റ എണ്ണത്തിന് അദ്ദേഹം മറുപടി എന്തൊക്കെ വസീഫിനുണ്ടോ? statement ഇറക്കി? നിങ്ങൾ ഈ അന്വേഷണം നാട്ടിലെ നടത്താൻ സാധാരണക്കാരന്റെ- നിങ്ങൾക്ക് എന്ത് അന്വേഷണം ഈ വേണം? സാധാരണക്കാരന്റെ പറ, അവകാശം, CBI അന്വേഷണത്തിന് പെൻഷൻ, നിങ്ങൾ തയ്യാറാണോ? അത് കൈക്കൂലിയാണെന്ന് ആവശ്യപ്പെടാൻ പറഞ്ഞില്ലേ? തയ്യാറാണോ? അത്രയും ജുഡീഷ്യൽ വൃത്തികെട്ട രീതിയിൽ ആവശ്യപ്പെടാൻ സംസാരിക്കാൻ ഈ തയ്യാറാണോ? ദേശീയ ഏത് നേതാവെന്ന് പറയുന്നതിന് നാണമുണ്ടോ? നിങ്ങളുടെ എന്താ നിലപാട്? ഈ പറയുന്ന ആളുകൾക്ക് നാണമുണ്ടോ? ഈ രാജ്യത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നൂറുകണക്കിന് കിലോമീറ്റർ ദേശീയ നേതാവാണെങ്കിൽ ആ നിലവാരം കാണിക്കട്ടെ. കണക്കിന് കോടി ദേശീയ നേതാവിന് ആ നിലവാരം കാണിക്കട്ടെ. ഒറ്റമണി ഈ പ്രതിപക്ഷ നേതാവിനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ വാക്കുകൾ വീടുകളിൽ ഉപയോഗിക്കട്ടെ. വെള്ളം കയറുന്നു. കാലനാവാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ദേശീയപാതയുടെ ദേശീയപാത എന്ന് പറയുന്ന ഈ നാട് ആഗ്രഹിക്കുന്ന വികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ശരി. സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ആ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് തടസ്സമുണ്ടാകുന്ന രണ്ടുപേരും കൂടി സംസാരിച്ചാൽ ആരും ഈ ഒന്നും കേൾക്കില്ല. പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിൽ അതിന് കാരണമാവരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ശരി. അത് ഇനിയും പറയും. അത് ഇനിയും പറയും. നിങ്ങൾ നോക്ക്, ഈ നേതാവ് ശരി, 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 ശരി. ഒരു നിങ്ങൾ നേതാവ് രണ്ടുപേരും കൂടി സംസാരിച്ചാൽ വോട്ട് ചെയ്യാനുള്ള കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ. ആരും ഒന്നും മനസ്സിലാക്കില്ല കേട്ടോ, കേൾക്കില്ലേ? വോട്ട് ചെയ്യാനുള്ള കൈക്കൂലിയാണ് ഇതെന്ന്. ഇത്രയും വലിയൊരു അല്ല, സോളാറിനെ ശരി, കുറിച്ച് ശരി, ശരി. പറയിപ്പിക്കരുത് നിങ്ങൾ. ഇപ്പൊ രണ്ടുപേരുടെ സോളാറിനെ അവസരം കുറിച്ച് കഴിഞ്ഞു. പറയിപ്പിക്കരുത് നിങ്ങൾ. അത് പറയാനായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം. ഞങ്ങളുടെ പണം കൂടിയുണ്ട്. രണ്ടുപേരുടെ അവസരം കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ മനസ്സിലാവും. പക്ഷെ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കുന്ന ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അവർക്ക് ഫാക്ട്സ് അല്ലേ വേണ്ടത്? ശരി, ശരി, ശരി. ഇതൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ നട്ടലിനെ കുറിച്ച് ചോദിക്കല്ലേ. നിങ്ങൾ വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് എന്തും വിളിച്ചു പറയാനുള്ള രണ്ടുപേരും വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇത് ജനങ്ങൾ കാണുന്ന നിങ്ങൾക്ക് കേരളത്തിലെ സംവാദമാണ് എന്നുള്ള ഓർമ്മ വേണം. നേതാവിനെ കുറിച്ച്, ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്തും വിളിച്ചു പറയാം. ശരി, രണ്ടുപേരും ശാന്തരാവൂ.